അവിടെ ഒന്നുകൂടി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വടകര ഓര മാത്രല്ല, വടകര തങ്ങളുപ്പാപ്പ അവരുടെ ജീവിതത്തിൽ ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്ത് മശായിഖിനോട് ഒട്ടിച്ചേർന്നവരുണ്ട്. അവരുമായി തന്നെ നിങ്ങൾക്ക് ബന്ധമില്ല, അവരെ തന്നെയും നിങ്ങൾ തടഞ്ഞു, അവരോട് തന്നെയുള്ള നിങ്ങളെ പെരുമാറ്റം ശരിയായില്ല. അതാണല്ലോ നമ്മളിപ്പോൾ ഇന്നിവിടെ പ്രത്യേകം കൂടാൻ തന്നെ കാരണം. മഹാനരായ വടകര മുഹമ്മദാജി തങ്ങൾ ഉപ്പാപ്പയുടെ പ്രധാനപ്പെട്ട മുരീദുമാരിൽ ഒരാളാണ് യഹിയൽ ബുഖാരി തങ്ങൾ, മടവൂർ കോട്ടയിലെ ബുഖാരി തങ്ങൾ ഉപ്പാപ്പ. നോക്കൂ നിങ്ങൾ, ഷാദുലി റാത്തീബ് കേരളത്തിൽ വ്യാപിച്ചതിൽ വടകര ഓരാണല്ലോ ഇവിടെ അത് അധിക സ്ഥലത്തും നിലനിർത്തിയത്. ആ വടകര ഓര അതിനുവേണ്ടി ഏൽപ്പിച്ച ആളാണ് ബഹുമാനപ്പെട്ട യഹിയൽ ബുഖാരി തങ്ങൾ. അതിന് ഈ കിതാബ് തന്നെ ധാരാളമാണ്. വടകര ഓറ് ഷാദുലി ഹൽക്കയിൽ കൊടുത്തിരുന്ന പുസ്തകം കിതാബ്, ആ കിതാബ് പിന്നീട് ബഹുമാനപ്പെട്ട യഹിയൽ ബുഖാരി തങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന തുഹ്ഫത്തുർ റഹ്മാൻ ഫി വലായിഫി ത്വരീഖത്തി ഷാദുലിയ എന്ന കിതാബാണിത്. ആരാണ് ഇതിനെ ജംബ് ചെയ്തത്? അശ്ശൈഖ് ഖലീഫത്തു ഷാദുലിയ അസ്സയ്യിദ് മുഹമ്മദ് കോയമ്മ ബിനു ഫഖറുദ്ദീനുൽ ബുഖാരി. അതായത് യഹിയൽ ബുഖാരി തങ്ങളുടെ പിതാവാണ് ഈ കിതാബ് ക്രോഡീകരിക്കുന്നത്. ഇതാണ് ഇവരൊക്കെ ഷാദുലി ചെല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിതാബ്. അന്നാഷിർ ആരാതിനെ പബ്ലിഷ് ചെയ്യുന്നത്? അശ്ശൈഖ് ഖലീഫത്തു ഷാദുലിയ സയ്യിദ് യഹിയൽ ബുഖാരി, മടവൂർ കോട്ട, കാസർഗോഡ്. അപ്പൊ ഷാദുലി ഹൽക്കയും തങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാകാൻ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ ഒന്ന് രണ്ട് കാര്യം ഞാൻ പെട്ടെന്ന് വായിച്ചു പോകാം, ഒരുപാട് വായിക്കാനുള്ളതാ. കേരളത്തിലെ ഷാദുലി റാത്തീബ് മജ്ലിസുകളുടെ വ്യാപനത്തിന് തുടക്കം കുറിച്ച മാഹിയിൽ മറവിട്ട് കിടക്കുന്ന ശൈഖുന അബ്ദുൽ ഖാദിർ മൗല ഇബ്നു അബ്ദുൽ വദൂദ് അൽ മക്കി അൽ മാഹി ഖദ്ദസല്ലാഹു സിറ, അവരിലൂടെ ഷാദുലി റാത്തീബിൻ്റെ ഖലീഫയായ പടന്നയിൽ കിടക്കുന്ന സയ്യിദ് മുഹമ്മദ് കോയമ്മ അൽ ബുഖാരി തങ്ങൾ കണ്ണൂർ, അവർ കോർവ ചെയ്ത് തുഹ്ഫത്തുർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷാദുലി റാത്തീബിൻ്റെ കിതാബാണ് നിങ്ങളുടെ കയ്യിൽ. അപ്പൊ ഷാദുലി റാത്തീബിൻ്റെ ആ സംഭവം നോക്ക് നിങ്ങൾ. ഷാദുലി റാത്തീബ് ഇവിടെ പ്രചരിപ്പിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ആള് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ മൗലാന ഇബ്നു അബ്ദുൽ വദൂദ് അൽ മക്കി എന്നവരാണ്. അവരാണ് ആരുടെ ഷെയ്ഖ്? യഹിയൽ ബുഖാരി തങ്ങളുടെ ഉപ്പയായ കോയമ്മ തങ്ങളുടെ ഷെയ്ഖ്. അങ്ങനെ അവരിൽ നിന്ന് നേരിട്ട് തന്നെ ഇജാസത്ത് സ്വീകരിച്ച് അവസാനം അത് കേരളത്തിൽ വടകര ഓരുടെ നിർദ്ദേശത്തിൽ നടപ്പിലാക്കിയാര്? യഹിയൽ ബുഖാരി തങ്ങൾ, സയ്യിദ് യഹിയൽ ബുഖാരി, മടവൂർ കോട്ട. അവരും വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ ഹാജി അവരുടെ മേൽനോട്ടത്തിലാണ് ഈ കിതാബ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ യഹിയൽ ബുഖാരി തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആകയാൽ അങ്ങനെ അതിൻ്റെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. വടകര ശൈഖുനായ നിയൽ പോലെ പിന്തുടരുകയും വാണിയന്നൂർ ഷാദുലി മജ്ലിസിൻ്റെയും ചെറുവണ്ണൂർ പള്ളിയുടെയും കുറ്റിയടിക്കൽ കർമ്മം പോലും സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളെ കൊണ്ടാണ് വടകര വലിയുള്ളായി ചെയ്യിപ്പിച്ചിരുന്നത് എന്നതും ഇനി കേട്ടോളൂ. എ പി ഉസ്താദ് വടകര ശൈഖുനായോട് മഅരിഫത്തിനെ ചോദിച്ചപ്പോൾ എ പി ഉസ്താദ് വടകര ഓരോടെന്ത് പറഞ്ഞു? എനിക്ക് മഅരിഫത്ത് വേണമെന്ന് പറഞ്ഞു. ഷാദുലി റാത്തീബ് തുടങ്ങാൻ പറഞ്ഞു. ഷാദുലി റാത്തീബ് തുടങ്ങിക്കോളൂ, എന്നാൽ വല്ല വഴി ഉണ്ടായിക്കോളൂ. അപ്പോൾ മാത്രമല്ല, മജ്ലിസിലേക്ക് യഹിയൽ ബുഖാരി തങ്ങളെ പ്രത്യേകം ക്ഷണിക്കണം വടകരോറ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 1996 എ പി ഉസ്താദിൻ്റെ വീട്ടിൽ നടന്ന പ്രഥമ ഷാദുലി മജ്ലിസിലേക്ക് കാസർഗോഡ് നിന്ന് എ പി ഉസ്താദിൻ്റെ വാഹനത്തിൽ തങ്ങളവറുകളെ ക്ഷണിച്ചുകൊണ്ടുപോയി ഷാദുലി റാത്തീബ് നടത്തിയത് പ്രത്യേകം സ്മരണീയമാണ്. അത് എഴുതി വെച്ച് നന്നായി, ഇപ്പം നമുക്കത് വായിക്കാനായി. കണ്ണുകൾ അന്നിപ്പോൾ ഒരു കാരണം ഉണ്ടായിട്ട് എഴുതി വെക്കണമല്ലോ. മേലുദ്ധരിച്ച ചരിത്ര സത്യങ്ങൾ മൂമിനീങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷയോടുകൂടി ഈ ഗ്രന്ഥം അതെന്തായാലും നമുക്ക് ഉപകാരപ്പെട്ടല്ലോ. ഇപ്പോൾ എന്നിട്ട് നോക്ക് നിങ്ങൾ, ശൈഖുന സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഹദ്റകൾ എല്ലാ ഇംഗ്ലീഷ് മാസവും 1-ാം തീയതി ഉച്ചക്ക് 1 മണിക്ക് മടവൂർ കോട്ടയിൽ,
എല്ലാ അറബി മാസവും 21-ാം തീയതി തിരൂർ വാണിയന്നൂരിൽ, ഇതൊക്കെ യഹ്യൽ ബുഖാരി തങ്ങളെ വടകര വരെ ഏൽപ്പിച്ചതാണ്. ഷെയ്ഖുന വലിയുല്ലാഹി വടകര മുഹമ്മദ് തങ്ങളുടെ മഖാമിന് സമീപം മിഅ്റാജ് മസ്ജിദിൽ വെച്ച് റജബ് 25-ന് മിഅ്റാജ് നേർച്ചയും ഷാദുലി ഹദറയും നടത്തപ്പെടുന്നു. റബീഉൽ അവ്വൽ 29-ന് ഷെയ്ഖുന വടകര വലിയുല്ലാഹിയുടെ ആണ്ട് നേർച്ചയും ഷാദുലി ഹദറയും മഖാം പരിസരത്ത് നടത്തപ്പെടുന്നു. ഇതില് ഈ പറഞ്ഞ ലാസ്റ്റ് 29-ന് ഷെയ്ഖുന വടകര വലിയുല്ലാഹിയുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഷാദുലി ഹദറക്ക് കാലങ്ങളായി 10-45 കൊല്ലമായി ഷാദുലി റാത്തീബ് നടത്തുന്നു. അവർ വഫാത്തായതിന് ശേഷമുള്ള എല്ലാ ആണ്ടിലും നടത്തുന്നു. ആ പറഞ്ഞ റബീഉൽ അവ്വൽ 29-ന്റെ മജ്ലിസിൽ നിന്നാണ് ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങളെ ഈ AP സമസ്തയുടെ ഗുണ്ടകൾ തടഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തങ്ങളില്ലാതെ പിന്നെന്ത് ഷാദുലി? തങ്ങൾ പോയിട്ട് നിങ്ങൾ ഓതിയ അഷാദുലിയിലും നിങ്ങൾ ഉപയോഗിച്ച ബുക്ക് ഏതാണോ? ഷാദുലി തങ്ങൾ പ്രസിദ്ധീകരിച്ച, ഷാദുലി തങ്ങൾ എന്നാണ് ആരെക്കുറിച്ച് പറഞ്ഞിരുന്നത്? യഹ്യൽ ബുഖാരി തങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത്. യഹ്യൽ ബുഖാരി തങ്ങളെ മാറ്റിവെച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് ഷാദുലി റാത്തീബ് നടത്തി വടകരവരുടെ ആളാകാ എന്ന് മനസ്സിലാക്കണ്ട കേട്ടോ. ആരാണ് ഷാദുലി തങ്ങൾ എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നു എന്നൊക്കെ ഒരു ചെറിയ വിവരണം. തടയൽ പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയ സഖാഫി തന്നെ വന്നോട്ടെ, എന്നിട്ട് അയാളൊന്ന് പറയട്ടെ ആരാണ് യഹ്യൽ ബുഖാരി തങ്ങൾ. കുറഞ്ഞ സമയം കൊടുക്ക്. ആത്മീയ ഗുരു സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ. സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല. വടിത്തങ്ങൾ ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല. ഞങ്ങൾ കേൾക്കുന്നത്, ഞാൻ കേൾക്കുന്നത് എൻ്റെ ശൈഖായ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളിൽ നിന്നും നേരിട്ട് കേൾക്കുന്നത് ഷാദുലി തങ്ങൾ എന്നാണ്. ഷാദുലി തങ്ങൾ വരുന്നുണ്ട്. ജീവിതകാലത്ത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഷാദുലി തങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം ഷാദുലി ഹൽക്കയിൽ അതിൻ്റെതായ ആ ഹൽക്ക ഒരു നല്ല പുഷ്ടിപ്പ് കിട്ടണമെങ്കിൽ, നല്ല ഭംഗി കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യൽ ബുഖാരി തങ്ങൾ ഉണ്ടാവണം. ഒരിക്കൽ ശൈഖുന വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ്, മഹാനവർകൾ ഇഖാമത്ത് കൊടുത്ത് ചെറുവണ്ണൂർ മലയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ നോക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കേൾവി, അതേ ആ വിളികൾ ഏതായിരുന്നു? ആ വിളി പഴയ കോണി കയറുന്ന സമയത്ത് ഒരു വിളിക്കുന്നു, നസീമുൽ വസ്ലിഹാബ അലൻ നദാമാ ഫഅസ്കറഹും വമാ ശരിബൂ മുദാമാ. ഈ ശബ്ദം കേൾക്കുകയാണ് ബഹുമാനപ്പെട്ട വടകര ശൈഖുന മുഹമ്മദ് ഹാജി തങ്ങൾ. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, നിസ്കരിക്കല്ല, ഷാദുലി തങ്ങൾ വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ കേട്ടത് ഷാദുലി തങ്ങൾ എന്നാണ്. ഷാദുലി തങ്ങൾ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ബൈത്തുൽ ജല്ലി മസ്ജിദുൽ മിഅ്റാജിലേക്ക് കടന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ വന്നതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ശൈഖുന നിസ്കാരം ആരംഭിച്ചത്. നേരിട്ട് കണ്ട സംഭവങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുമായി പങ്കുവെച്ചതും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതും എല്ലാം ഞങ്ങൾക്കറിവുണ്ട്. ഇവിടെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വടകര ശൈഖ്
പറഞ്ഞുപോൽ സുബ്ഹാനല്ലാ, ഇവിടുന്നാണോ തങ്ങളവറുകൾ വരുന്നത്? ഇവിടുന്നാണോ വരുന്നത്? അതായത് ആ കാലഘട്ടത്തിൽ ഇവിടെ നല്ല ഒരു വഴിയില്ല, വെളിച്ചമില്ല, ഫുൾ കാടുകളാണ്. പിന്നെ ഓരോ മധു പറയുന്ന എവിടെ പോയിട്ടാണ്? മടവൂർ കോട്ടയിലാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 10 മാസം മുമ്പുള്ള പ്രസംഗമാണ്. അങ്ങനെ എത്ര പ്രസംഗം നോക്ക് നിങ്ങൾ. ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടു. അപ്പോഴാണ് ഒരു വരി ഇങ്ങനെ കേട്ട് തങ്ങളവറുകൾ പറയുന്ന ശാദുലി തങ്ങൾ വരുന്നുണ്ട്, അവർ വന്നിട്ട് നിസ്കരിക്കാം. ഒരു ജമാഅത്തിന് വരെ അവരെ കാത്തിരുന്ന സംഭവം. മെഹ്റാജ് പള്ളിയുടെ ഉദ്ഘാടനത്തിന്, തറക്കല്ലിടലിന്, അതുപോലെ വാണിയന്നൂരിലെ പള്ളി തറക്കല്ലിടലിന്, ഇതിനൊക്കെ വടകര ഒരു പ്രത്യേകം കാത്തിരുന്നു. ആരെ? ബഹുമാനപ്പെട്ട സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളെ. നിങ്ങൾക്കും അങ്ങനെ ആയിരുന്നു. കാരണം നിങ്ങൾക്ക് വടകര ഓരെ കിട്ടണമെന്നുണ്ടെങ്കിൽ മൈരിഫത്ത് കിട്ടാൻ ഷാദുലി വേണം. ഷാദുലി നടക്കണമെങ്കിൽ ആരെ കിട്ടണം? യഹിയൽ ബുഖാരി തങ്ങളെ കിട്ടണം. അതല്ലേ നിങ്ങൾ കൂട്ടിപ്പിടിച്ച് നടന്നിരുന്ന കാലം? ബോധമില്ലാഞ്ഞിട്ടല്ലല്ലോ അത്. തങ്ങളവറുകളെ നിങ്ങളുടെ സമ്മേളനങ്ങളിലും ദിക്ർ ഹൽക്കകളിലും എല്ലാ സ്ഥലത്തും കൊണ്ട് നടന്ന ആ കാലം അതല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്താ പിന്നെ നിങ്ങൾക്ക് പറ്റിയത്? അത്രയും മഹത്വം പറഞ്ഞ ആളാണ് പിന്നെ തടയലിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പറയുമ്പോൾ തലീകെട്ടുണ്ട്, തടയുമ്പോൾ തൊപ്പിയുള്ളൂ, അത്ര വ്യത്യാസമുള്ളൂ. വളരെ അപകടകരമായ പോക്കല്ലേ പോയത്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ തടഞ്ഞത് ആരെയാണ്? മഹാനരായ വടകര തങ്ങളുപ്പാപ്പയാണ്, ശൈഖുന വടകര. അവരെ എന്തായിരുന്നു ഇതിന്റെ കാരണം? എന്തായിരുന്നു കാരണം? പറഞ്ഞത് ബഹുരസം. കാരണം പറഞ്ഞത് ശൈഖുനയോടൊപ്പം നിന്ന ഫോട്ടോസ് വന്നു എന്നതാണ്. നമ്മുടെ ശൈഖുനയുടെ കൂടെ നിന്ന ഫോട്ടോസ് വന്നു എന്നതാണ് നല്ല കാരണം. അപ്പൊ പിന്നെ ഒരു കാര്യം മനസ്സിലായി, ശൈഖുനന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എന്നതൊരു തുടക്കമായിരുന്നു. ഇനി അവിടെ നിന്നങ്ങോട്ട് അവർ ഒന്നിച്ച് നീങ്ങുകയാണ്. അതാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. ഞങ്ങൾക്കറിയാം. വടകര ഓരെ ചെറുവണ്ണൂർക്കാർക്കറിയാം. അവർ ചെറുവണ്ണൂർ ഓരോന്നൊക്കെ പറഞ്ഞ കാലം അമുസ്ലിമീങ്ങൾക്ക് വരെ അറിയാം. അവർ യഹിയൽ ബുഖാരി തങ്ങൾക്ക് വടകര ഓർ കൊടുക്കുന്ന സ്ഥാനവും നാട്ടുകാർക്കറിയാം. തടഞ്ഞത് അവർ കാണുമ്പോ നിങ്ങൾ അവർ വിലയിരുത്തും. അതാ നിങ്ങൾ ഭയപ്പെടുന്നത്. ചെറുവണ്ണൂരിൽ ഞങ്ങൾ പ്രോഗ്രാം നടക്കാൻ തീരുമാനിക്കുന്നത് വെറുതെ അല്ല. ചെറുവണ്ണൂരിലെ മലയിൽ മക്കാമിൻ്റെ പരിസരവാസികളായ അവിടുത്തെ മുഹിബ്ബീങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഈ വിഷയം ഞങ്ങളെ നാട്ടിൽ പറയണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുവണ്ണൂരിൽ ഞങ്ങൾ വന്നത്. മനസ്സിലായോ? ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്.